ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു അമ്പലപ്പറമ്പ്, ഉത്സവത്തിന്റെ വലിയ തിരക്കിനിടയിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന ഒരു കലാകാരൻ അല്പം ക്ഷീണം കാരണം ഒന്ന് മയങ്ങിപ്പോകുന്നു. സ്വാഭാവികമാണല്ലോ ആ ക്ഷീണം. അതെ അതെ. പക്ഷേ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുമ്പോൾ ചുറ്റുമുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്ന ചാക്യാരും കൂടി അദ്ദേഹത്തെ വല്ലാതെ കളിയാക്കുകയാണ്. ശരിക്കും ഒരു കലാകാരനെ സംബന്ധിച്ച് അത് വലിയൊരു അപമാനമാണ്. തീർച്ചയായും. പക്ഷെ ആ അപമാനത്തിൽ നിന്ന് തലതാഴ്ത്തി മാറി നിൽക്കുന്നതിന് പകരം വലിയൊരു വാശിയിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇവരെല്ലാവർക്കുമുള്ള മറുപടി ഞാൻ എന്റെ കലയിലൂടെ തന്നെ നൽകും എന്ന്. കറക്റ്റ്. അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ഒരു പുതിയ കലാരൂപം തന്നെ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നു. ആ കുഞ്ചൻ നമ്പ്യാർക്ക് പറ്റിയ ചെറിയ അമളിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ അപമാനത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന തുള്ളൽ എന്ന അതിമനോഹരമായ കലാരൂപം ജനിക്കുന്നത്. ശരിക്കും വെറുമൊരു അബദ്ധത്തിൽ നിന്നും വാശിയിൽ നിന്നും ജനിച്ച ഒരു കലാരൂപം. അതേല്ലേ? അത് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ, അതായത് യുനെസ്കോയുടെ വേദിയിൽ വരെ വലിയ ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വല്ലാത്ത കൗതുകമില്ലേ? ഈ ഒരു ചെറിയ കഥയിൽ ചരിത്രമുണ്ട്, കലയുണ്ട്, മനുഷ്യന്റെ ഇച്ഛാശക്തിയുണ്ട്. വളരെ കൃത്യമായ ഒരു തുടക്കമാണ് നിങ്ങൾ നൽകിയത്. ചരിത്രം എപ്പോഴും അങ്ങനെയാണല്ലോ. വലിയ വിപ്ലവങ്ങളോ സാംസ്കാരിക മാറ്റങ്ങളോ ഉണ്ടാകുന്നത് വലിയ പ്ലാനിങ്ങിലൂടെ ആകണമെന്നില്ല. ഇതുപോലുള്ള ചില ചെറിയ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാകും ഒരു ജനതയുടെ തന്നെ സാംസ്കാരിക ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്നത്. ശരിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഈ കഥ കേവലം ഒരു ഐതിഹ്യമല്ല, കേരളത്തിന്റെ സാമൂഹിക വിമർശനത്തിന്റെ തുടക്കം കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ ഈ ആഴത്തിലുള്ള വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വെറുമൊരു പഴയ ചരിത്രകഥയല്ല കേട്ടോ. കേരള PSC പരീക്ഷകൾക്ക്, പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സുപ്രധാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ, കാരണം പരീക്ഷാ സിലബസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിക്കൊടുക്കുന്ന ഒരു മേഖലയാണിത്. ഏകദേശം 11 മാർക്കോളം വരും. കല, കായികം, സംസ്കാരം, സാഹിത്യം എന്നീ ഭാഗങ്ങളിൽ നിന്ന്. നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ വെറുമൊരു പാഠപുസ്തകത്തിലെ വരണ്ട താളുകളല്ല, മുൻവർഷത്തെ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വളരെ കൃത്യമായ കുറിപ്പുകളും വിശകലനങ്ങളുമാണ്. എന്നുവെച്ചാൽ പരീക്ഷയ്ക്ക് മുൻപുള്ള ഈ അവസാന മണിക്കൂറുകളിൽ നിങ്ങളെ വിവരങ്ങളുടെ പെരുമഴയിൽ മുക്കിക്കാതെ പരീക്ഷാ ഹാളിലെ ആ വലിയ സമ്മർദ്ദത്തിനിടയിലും കൃത്യമായി ഉത്തരങ്ങൾ എങ്ങനെ ഓർത്തെടുക്കാം എന്ന് സഹായിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, കാരണം പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്ര പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു എന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഓർമ്മയിൽ നിർത്തുന്നു എന്നതിനാണ് പ്രാധാന്യം. അവിടെയാണ് സ്മാർട്ട് റിവിഷൻ സ്ട്രാറ്റജി എന്ന ആശയത്തിന്റെ പ്രസക്തി വരുന്നത്. വെറുതെ കുറേ പുസ്തകങ്ങൾ വായിച്ചു തീർക്കുന്നതിന് പകരം പരീക്ഷകന്റെ മനസ്സിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സ്മാർട്ട് റിവിഷൻ സ്ട്രാറ്റജിയെക്കുറിച്ച് തന്നെയാണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ പ്രായോഗികമായി ഇതെങ്ങനെയാണ് ചെയ്യുക? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിടക്കുമ്പോൾ ഈ മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PYQ, എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? ഇതൊരു പഴയ ചോദ്യപേപ്പർ വെറുതെ വായിക്കുന്നതിനപ്പുറം വലിയ ഗുണം ചെയ്യും. അവിടെയാണ് കാര്യങ്ങൾ രസകരമാകുന്നത്. നിങ്ങളൊരു പഴയ ചോദ്യപേപ്പർ എടുക്കുമ്പോൾ അതിലെ ചോദ്യവും ഉത്തരവും മാത്രം നോക്കി പോകുന്നതാണ് സാധാരണ രീതി. അതെ, ഉത്തരം കിട്ടിയാൽ പിന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. എന്നാൽ സ്മാർട്ട് റിവിഷനിൽ നമ്മൾ ചെയ്യേണ്ടത് അതല്ല. ഉദാഹരണത്തിന്, മുൻപ് വന്ന ഒരു ചോദ്യം പഴയണിയെക്കുറിച്ചാണെന്ന് വിചാരിക്കുക. നമ്മൾ പഴയണിയുടെ ഉത്തരം മാത്രം പഠിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകരുത്. ആ ചോദ്യത്തിന്റെ താഴെ 4 ഓപ്ഷനുകൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാകും. അതിൽ ചിലപ്പോൾ മുടിയേറ്റ്, തെയ്യം, അർജുന നൃത്തം എന്നിവയും ഉണ്ടാകും. ചോദ്യകർത്താവ് വെറുതെയല്ല ആ 4 കലാരൂപങ്ങളെ ഒരുമിച്ചൊരു ചോദ്യത്തിൽ കൊണ്ടുവന്നത്. അവ 4ഉം കേരളത്തിലെ അനുഷ്ഠാന കലകളാണ്. അപ്പോൾ സ്മാർട്ട് റിവിഷൻ എന്നു പറയുന്നത് പടേണി പഠിക്കുന്നതിനൊപ്പം തന്നെ ഓപ്ഷനുകളിലുള്ള ആ മറ്റു 3 കലാരൂപങ്ങളെക്കുറിച്ചും വിശദമായി പഠിച്ചു വെക്കുക എന്നതാണ്. അങ്ങനെയാണല്ലേ? അതെ, കാരണം അടുത്ത പരീക്ഷയ്ക്ക് ആ പഴയ ഓപ്ഷനുകളിൽ നിന്നാകും പുതിയ ചോദ്യം വരിക. ഇതൊരു ഒന്നാന്തരം ഐഡിയ ആണല്ലോ. ഈ ഓപ്ഷനുകൾ വെച്ച് പഠിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സിനിമകളിലെ ഡിറ്റക്റ്റീവുമാരെയാണ്. അതായത് ഒരു ഡിറ്റക്റ്റീവ് പഴയ കേസുകളിലെ ഫയലുകൾ പരിശോധിക്കുമ്പോൾ അതിലെ സൂചനകൾ വെച്ച് പുതിയൊരു പ്രതിയെ കണ്ടുപിടിക്കുന്നത് പോലെയല്ലേ ഇത്? കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പഴയ ഫയലുകളിൽ വെറുതെ സാക്ഷികളായി കിടക്കുന്ന ചില പേരുകൾ
ചിലപ്പോൾ അടുത്ത കേസിൽ പ്രധാന പ്രതിയാകാം. നമ്മൾ ഈ ഓപ്ഷനുകളെ അങ്ങനെ വേണം കാണാൻ. ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ ഡിറ്റക്റ്റീവ് രീതി ഉപയോഗിച്ച് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു പഠിക്കുന്നതാണ് ആക്റ്റീവ് റീകോൾ. സംഗീതവും വാദ്യോപകരണങ്ങളും തമ്മിലുള്ള ബന്ധം പഠിക്കാൻ ഈ ഡിറ്റക്റ്റീവ് രീതി വളരെ നല്ലതാണ്. അതൊന്ന് വിശദീകരിക്കാമോ? ഇപ്പോ കേരളത്തിലെ പ്രശസ്തമായ സോപാന സംഗീതം എടുക്കുക. അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കഥകളിക്കും ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്കും എന്ന് നമ്മൾ ഉത്തരം പറയും. സോപാന സംഗീതത്തിലെ പ്രധാന വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കയാണ്. ഇനി ഇത് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. ഇതിനൊപ്പം മറ്റ് കലകളെയും ഉപകരണങ്ങളെയും കൂട്ടി വായിക്കണം. അതെ. കൂടിയാട്ടത്തിന് ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? മിഴാവ്. പടയണിക്ക് എന്താണ്? തപ്പ്. എന്തുകൊണ്ടാണ് കൂടിയാട്ടത്തിന് മിഴാവ് ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അതിന്റെ ശബ്ദഗാംഭീര്യം ആ കലാരൂപത്തിന്റെ അവതരണത്തിന് അത്യാവശ്യമാണ്. ഇങ്ങനെ എന്ത്, എന്തിന് എന്ന് പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് തലച്ചോറിലൊരു മാപ്പ് പോലെ പതിയും. ഇതിനോടൊപ്പം തന്നെ സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളും ഓർക്കണം. ഈ സ്വാതി സംഗീത പുരസ്കാരം, അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹരിവരാസനം അവാർഡ് എന്നിവയെല്ലാം ഈ കാറ്റഗറിയിൽ വരുന്നതല്ലേ? കൃത്യം. ഇവയെല്ലാം ഒരേ കാറ്റഗറിയിൽ തന്നെ പഠിക്കണം. സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന കാര്യം പറയാം. ഈ വാദ്യോപകരണങ്ങളിൽ നിന്ന് കലാരൂപങ്ങളിലേക്കും അവയുടെ ചരിത്രത്തിലേക്കും കടക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്ലാസിക്കൽ കലകളും അനുഷ്ഠാനങ്ങളും. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? യുനെസ്കോ പൈതൃക പട്ടികയുടെ കാര്യം തന്നെ നോക്കാം. 2001 കൂടിയാട്ടമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ഈ പട്ടികയിൽ ഇടം നേടുന്നത്. പിന്നീട് 2010 മുടിയേറ്റും ഈ പട്ടികയിൽ വന്നു. ഇതൊക്കെ പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. ശരി. പക്ഷെ ഇതിനു പിന്നിലെ ചില പുസ്തകങ്ങളുടെ പേരുകൾ കേട്ടാൽ തല കറങ്ങും. ആട്ടപ്രകാരം, ക്രമദീപിക എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയം വരില്ലേ? ഇതൊക്കെ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് വെറുതെ കാണാപാഠം പഠിക്കുന്നത്? നമ്മൾ കാണാപാഠം പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ ഭയം വരുന്നത്. ആ പേരുകൾക്ക് പിന്നിലെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് കൂടിയാട്ടം എന്ന് പറയുന്നത് വെറുമൊരു നൃത്തമല്ല. അതൊരു നാടകരൂപമല്ലേ? അതെ. അത് ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായതും പഴക്കമുള്ളതുമായ നാടകരൂപങ്ങളിലൊന്നാണ്. ഒരാൾക്ക് തോന്നുമ്പോൾ തോന്നുന്നതുപോലെ വേദിയിൽ പോയി അവതരിപ്പിക്കാൻ കഴിയില്ല. ഓരോ ചുവടും ഓരോ മുദ്രയും എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി എഴുതിവെക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട മാനുവലുകൾ അഥവാ ഗൈഡുകളാണ് ഈ ആട്ടപ്രകാരം, ക്രമദീപിക എന്നിവ. ഇന്നത്തെ കാലത്ത് നമ്മളൊരു പുതിയ ഇലക്ട്രോണിക് സാധനം വാങ്ങുമ്പോൾ അതിനൊപ്പം ഒരു യൂസർ മാനുവൽ കിട്ടില്ലേ? കിട്ടും. അതുതന്നെയാണ് ഈ പുസ്തകങ്ങൾ. പിന്നീട് ആധുനിക കാലത്ത് മാണി മാധവ ചാക്യാർ എഴുതിയ പ്രശസ്തമായ പുസ്തകമാണ് നാട്യകൽപദ്രുമം. ഇതൊക്കെ കൂടിയാട്ടത്തിന്റെ നിയമപുസ്തകങ്ങളാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് മറക്കില്ല. യൂസർ മാനുവൽ ഉപമ വളരെ കൃത്യമായിരുന്നു കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകുന്നുണ്ട്. അതെ. അതുപോലെ കഥകളിയിലേക്ക് വരുമ്പോൾ വെറുതെ കഥകളി എന്ന് പഠിക്കാതെ അതിലെ ആട്ടക്കഥകൾ, അതുപോലെ മുഖത്തെ ആ പച്ചയും ചുവപ്പും കലർന്ന ചുട്ടി എന്നിവയുമായി ബന്ധപ്പെടുത്തി വേണം പഠിക്കാൻ. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം മോഹിനിയാട്ടവും കേരള നടനവുമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. മോഹിനിയാട്ടം എപ്പോഴും ലാസ്യപ്രധാനമാണ്. അതായത് വളരെ മൃദുലവും സ്ത്രൈണവുമായ ചലനങ്ങളാണ് അതിൽ കൂടുതൽ. ശരിയാണ്. എന്നാൽ കേരള നടനം എന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഗുരു ഗോപിനാഥാണ്. അതെ. അവിടെയും ഒരു ചരിത്രമുണ്ട്. കഥകളി എന്നത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നായിരുന്നില്ല. അതിന്റെ മുദ്രകൾക്ക് വലിയ സങ്കീർണതകളുണ്ട്. സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ കുറച്ച് പാടാണ്. അപ്പോ കഥകളിയുടെ ആ ഒരു ശാസ്ത്രീയത നിലനിർത്തിക്കൊണ്ട് തന്നെ, എന്നാൽ സാധാരണ ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിലൊരു കലാരൂപം വേണമെന്ന് ഗുരു ഗോപിനാഥ് ആഗ്രഹിച്ചു. അങ്ങനെ കഥകളിയെ ഒന്ന് ലഘൂകരിച്ച് ജനകീയമാക്കിയതാണ് കേരള നടനം. കാര്യങ്ങളുടെ പശ്ചാത്തലം അറിയുമ്പോൾ അത് പഠിക്കാൻ എത്ര എളുപ്പമാണെന്ന് നോക്കൂ. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ അനുഷ്ഠാന കലകളിലേക്ക്, അതായത് മുടിയേറ്റ്, പടയണി, തെയ്യം, അർജുനനൃത്തം എന്നിവയിലേക്ക് വരുമ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. ഇതിൽ പടയണിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കമ്മനേട്ട വാസുദേവൻ പിള്ളയുടെ ജീവതാളം എന്തായാലും ഓർക്കണം, അല്ലേ? തീർച്ചയായും. കാരണം പടയണിയുടെ ആത്മാവ് എന്താണെന്ന് വിശദീകരിക്കുന്ന പുസ്തകമാണത്. ഇനി നാടോടി കലകളിലേക്ക്, അതായത് ഫോക്ക് ആർട്സിലേക്ക് വന്നാൽ എനിക്കേറ്റവും കൗതുകം തോന്നിയിട്ടുള്ള ഒന്നാണ് ചവിട്ടുനാടകം. ഇത് പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. പാശ്ചാത്യരുടെ ഓപ്പറയുമായി ഇതിന് വലിയ സാമ്യമുണ്ട്.
പക്ഷേ വെറുമൊരു വിനോദത്തിനായിരുന്നു അവരിത് കൊണ്ടുവന്നത് അല്ലല്ലോ? ഒരിക്കലുമല്ല. ഇതൊരു വലിയ സാംസ്കാരിക തന്ത്രമായിരുന്നു. പോർച്ചുഗീസുകാർ ഇവിടെ വന്ന സമയത്ത് കേരളത്തിലെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ പോലും ഹൈന്ദവ കലാരൂപങ്ങളോടും കളരിപ്പയറ്റു പോലെയുള്ള ആയോധന കലകളോടും വലിയ താൽപ്പര്യമായിരുന്നു. അത് മാറ്റിയെടുത്ത് പാശ്ചാത്യവും ഒപ്പം ക്രിസ്തീയരുമായ ഒരു സാംസ്കാരിക ബോധം അവരിലുണ്ടാക്കിയെടുക്കേണ്ടത് പോർച്ചുഗീസുകാരുടെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് വളരെ ആവേശകരമായ വേദിയിൽ ആഞ്ഞടിച്ച് ചവിട്ടി ശബ്ദമുണ്ടാക്കുന്ന ചവിട്ടുനാടകം അവർ അവതരിപ്പിക്കുന്നത്. ഹോ, അങ്ങനെയാണല്ലേ അതിന് തട്ടുപുളിപ്പൻ എന്നൊരു വിളിപ്പേര് വന്നത്. വേദിയിൽ ചവിട്ടി ശബ്ദമുണ്ടാക്കി വളരെ ഊർജ്ജസ്വലമായി അവതരിപ്പിക്കുന്ന ഒന്നാണത്. ഇതിലെ ചിന്നത്തമ്പി അണ്ണാവിയെയും ആദ്യകൃതിയായ കാറൽമാൻ ചരിതത്തെയും നമ്മളൊരു കാരണവശാലും മറക്കരുത്. അതെ, ഒപ്പം മാപ്പിളപ്പാട്ടുകളുടെ സാംസ്കാരിക പ്രാധാന്യവും ഇതിന്റെ കൂടെ ചേർത്തോർക്കേണ്ടതുണ്ട്. കലകൾ കേവലം വിനോദത്തിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ ചരിത്രപരമായ മാറ്റങ്ങൾക്കും അവരുടെ പ്രതിഷേധങ്ങൾക്കും എങ്ങനെ കാരണമായി എന്ന് ഈ കലാരൂപങ്ങൾ നമ്മെ കാണിച്ചുതരുന്നു. സത്യമാണ്. പക്ഷേ ഇതിനെ കുറച്ചുകൂടി വലിയൊരു തലത്തിലേക്ക് ബന്ധിപ്പിച്ച് ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. കുഞ്ചൻ നമ്പ്യാർക്ക് അബദ്ധം പറ്റിയപ്പോൾ തുള്ളലുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു, പോർച്ചുഗീസുകാർ ചവിട്ടുനാടകം കൊണ്ടുവന്നു എന്നും പറഞ്ഞു. എന്നാൽ ഇത്തരം കലകൾ പിന്നീട് നൂറ്റാണ്ടുകളോളം എങ്ങനെ അതിജീവിച്ചു? അതൊരു നല്ല ചോദ്യമാണ്. ഇത് വെറുതെ കാറ്റിൽ അലിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ചില മനുഷ്യരുടെ കഠിനാധ്വാനവും ചില സ്ഥാപനങ്ങളുടെ ജനനവും വേണ്ടിവന്നു. അതാണ് നമ്മുടെ അടുത്ത വിഷയം: കേരളത്തിലെ പ്രശസ്തമായ സാംസ്കാരിക സ്ഥാപനങ്ങൾ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള കലാമണ്ഡലം. 1930-ലാണ് ഇത് സ്ഥാപിതമായത് എന്ന് മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൊണ്ട് 30 എന്നുകൂടി അറിയണം. അതെന്താണ് അങ്ങനെ ഒരു പ്രത്യേകത? ആ വർഷത്തിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം? 1930-കൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം വളരെ ശക്തമായി നടക്കുന്ന സമയമാണ്. ദേശീയബോധം ആളുകളിൽ ഉണർത്തുന്ന കാലം. കേരളത്തിലെ നമ്മുടെ തനതായ കലാരൂപങ്ങളായ കഥകളിയും മോഹിനിയാട്ടവുമെല്ലാം ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ നശിച്ചുപോകുന്നൊരവസ്ഥയിലായിരുന്നു അന്ന്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തിൽ നമ്മുടെ സ്വന്തം സ്വത്വം ഇല്ലാതാകുന്നുവെന്ന് മനസ്സിലാക്കിയ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ നമ്മുടെ കലകളെ തിരിച്ചുപിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വള്ളത്തോളും മുകുന്ദരാജായും പിന്നെ കക്കാട് കാരണാപ്പാടും ചേർന്ന് 30-ൽ കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. അതെ, ഇതിന് ഫണ്ട് കണ്ടെത്താൻ വള്ളത്തോളിൽ ലോട്ടറി ടിക്കറ്റ് വരെ വിറ്റിട്ടുണ്ടെന്നറിയുമ്പോഴാണ് ഇതിന്റെ ചരിത്രപരമായ മൂല്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം കക്കാട് കാരണവപ്പാടിന്റെ ബംഗ്ലാവിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. പിന്നീട് 36-ലാണ് ഇത് ഇന്ന് നമ്മൾ കാണുന്ന ചെറുതുരുത്തിയിലേക്ക് മാറുന്നത്. ആ ഒരു സമർപ്പണം ശരിക്കും വിസ്മയിപ്പിക്കുന്നതാണ്. വള്ളത്തോളും മുകുന്ദരാജയുമായിരുന്നു ഇതിന്റെ ആദ്യത്തെ ചെയർമാനും സെക്രട്ടറിയും. പിന്നീട് 2007-ൽ ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി മാറി. അതെ, ഡോക്ടർ KJ പൗലോസ് ആയിരുന്നു അതിന്റെ ആദ്യ വൈസ് ചാൻസലർ. നിലവിൽ പ്രശസ്ത നർത്തകി മല്ലിക സാരാഭായി ചാൻസലറും ഡോക്ടർ B അനന്തകൃഷ്ണൻ വൈസ് ചാൻസലറുമായി ഇതിന് നേതൃത്വം നൽകുന്നു. യൂണിവേഴ്സിറ്റി ആകുന്നതിനു മുമ്പ് മഹാകവി ONV കുറുപ്പായിരുന്നു ഇതിന്റെ ചെയർമാൻ എന്നതും ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ കലാമണ്ഡലം കൂടാതെ വേറെയും കുറെ അക്കാഡമികളുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായും. ഈ കേരള സംഗീത നാടക അക്കാദമി, കേരള ഫോക്ലോർ അക്കാദമി, കേരള ലളിതകലാ അക്കാദമി ഇവയുടെയൊക്കെ സ്ഥാപിക്കപ്പെട്ട വർഷങ്ങൾ ഓർത്തുവെക്കാൻ വലിയ പാടാണ്. എല്ലാം കൂടി തലയിൽ കിടന്ന് കറങ്ങും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആക്റ്റീവ് റീകോൾ എന്ന സ്ട്രാറ്റജി പ്രയോഗിക്കേണ്ടത്. ഇവിടെ ശ്രോതാക്കൾക്കായി ഞാനൊരു ആക്റ്റീവ് റീകോൾ ചാലഞ്ച് നൽകുകയാണ്. അതെന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ 3 അക്കാദമികളും സ്ഥാപിതമായ വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്തി നോക്കുക. അവ ഒരേ വർഷമല്ല സ്ഥാപിക്കപ്പെട്ടത്. എന്തിനാണ് ഫോക്ലോർ അക്കാദമി കണ്ണൂരിൽ സ്ഥാപിച്ചതെന്നും ബാക്കിയുള്ളവ തൃശ്ശൂരിലായതെന്നും ഒന്ന് ആലോചിച്ചു നോക്കൂ. കണ്ണൂര് തെയ്യം പോലെയുള്ള ഫോക്ലോർ കലകളുടെ ഈറ്റിലാണ്. അത് ലോജിക്കാണ്. കറക്റ്റ്. അതുപോലെ അവയുടെ പ്രസിദ്ധീകരണങ്ങൾ, ഏത് അക്കാഡമിയുടേതാണ് കേളി, ഏതാണ് പൊലി, ലളിതകലാ അക്കാഡമിയുടെ മാസികയുടെ പേരെന്താണ്? ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ ആ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ സ്ഥിരമായി നിൽക്കും. അത് വളരെ നല്ലൊരു ഐഡിയയാണ്. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളുടെ മതിലുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കടന്ന് സാംസ്കാരിക ആഘോഷങ്ങളിലേക്കും വലിയ ജനക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്ന കേരളത്തിന്റെ സ്വന്തം വള്ളംകളിയിലേക്ക് നീങ്ങുകയാണ്.
കലാമണ്ഡലത്തിലെ ചിട്ടയായ അച്ചടക്കം പോലെയല്ല ഇത്. ഇവിടെ 100 പേർ ഒരുമിച്ച് ഒരേ താളത്തിൽ തുഴയുന്നതിന്റെ അച്ചടക്കമാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പരീക്ഷാ ഹാളിലാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മുന്നിൽ ഞാനൊരു 3 സെക്കൻഡ് തരാം. പെട്ടെന്നോർത്തു നോക്കൂ, ഗജേന്ദ്രമോക്ഷമെന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രം എവിടെയാണുള്ളത്? സമയം തുടങ്ങുന്നു. 3, 2, 1. ഓർമ്മ വന്നോ? നല്ലൊരു ചാലഞ്ച്. അതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? അപ്പോ നിങ്ങൾ ആ പറഞ്ഞ വള്ളംകളിയുടെ കാര്യത്തിൽ നിന്നേ തുടങ്ങാം. നെഹ്റു ട്രോഫി നടക്കുന്നത് ആലപ്പുഴയിലെ പൊന്നമട കായലിലാണ്. അത് വെറുമൊരു മത്സരമല്ല, അതിനൊരു ചരിത്രമുണ്ട്. എന്താണത്? 1952 ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നൽകിയ വലിയ സ്വീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. ആ ആവേശത്തിൽ അദ്ദേഹം വള്ളത്തിലേക്ക് ചാടിക്കേറിയ ചരിത്രമൊക്കെ നമുക്കറിയാം. അതെ അതെ. ഇതുകൂടാതെ അഷ്ടമുടി കായലിൽ നടക്കുന്ന പ്രസിഡന്റ്സ് ട്രോഫി, പമ്പാനദിയിലെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എന്നിവയും കേരളത്തിലെ പ്രധാനപ്പെട്ട കായിക സാംസ്കാരിക വേദികളാണ്. ഇനി ഉത്സവങ്ങളുടെ കാര്യമെടുത്താൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം, ലക്ഷദീപം, അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ പരീക്ഷാ കാഴ്ചപ്പാടിൽ വളരെ പ്രധാനമാണ്. അതുപോലെ മലപ്പുറത്തെ തുഞ്ചൻ പരമ്പ്, മുസ്ലിം ആഘോഷമായ ചന്ദനക്കുട മഹോത്സവം എന്നിവയും കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ സുപ്രധാനമാണ്. തീർച്ചയായും. ശരി, അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ആ മോക്ക് ക്വിസിലെ ചുമർചിത്രത്തിന്റെ ഉത്തരം കൂടി പറഞ്ഞേക്കാം. ഗജേന്ദ്രമോക്ഷം എന്ന അതിമനോഹരമായ ചിത്രമുള്ളത് കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഏറ്റവും വലിയ മ്യൂറൽ പെയിന്റിംഗ് എന്ന നിലയിൽ PSC സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അതെ, എന്തുകൊണ്ടാണത് ഇത്ര വലുതായിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താ? മഹാവിഷ്ണു ഗജേന്ദ്രനെ, അതായത് ആനയെ, മുതലയുടെ വായിൽ നിന്ന് രക്ഷിക്കുന്ന ആ വലിയ കഥയെ ഉൾക്കൊള്ളാൻ അത്രയും വലിയ ക്യാൻവാസ് വേണ്ടിയിരുന്നു. അതുകൊണ്ടല്ലേ? അതെ അതെ. ഇതുകൂടാതെ മട്ടാഞ്ചേരി, പത്മനാഭപുരം കൊട്ടാരങ്ങളിലെ ചിത്രങ്ങളും രാജാ രവിവർമ്മയുടെ ലോകപ്രശസ്തമായ ചിത്രങ്ങളും പരീക്ഷാ കാഴ്ചപ്പാടിൽ നിർണായകമാണ്. ഈ ചിത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും കാര്യം പറയുമ്പോൾ നമ്മൾ തിരുവിതാംകൂർ ചരിത്രത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ നോക്കണം. പ്രത്യേകിച്ച് സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലേക്ക്. അദ്ദേഹം വെറുമൊരു രാജാവ് മാത്രമായിരുന്നില്ല, അതീവ പ്രതിഭയായ ഒരു സംഗീതജ്ഞൻ കൂടിയായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ സദസ്സ് ഇന്ത്യ മുഴുവൻ പ്രശസ്തമായിരുന്നു. ആ സദസ്സിലുണ്ടായിരുന്ന ഒരു പ്രധാന വ്യക്തിയായിരുന്നു മേരുസ്വാമി. അദ്ദേഹത്തെ കോകിലകാന്തം എന്നാണ് വിളിച്ചിരുന്നത്. മേരുസ്വാമിയാണ് മോഹന കല്യാണി എന്ന മനോഹരമായ രാഗം സൃഷ്ടിച്ചത്. അതുപോലെ കർണാടക സംഗീത കുലപതി ത്യാഗരാജസ്വാമിയുടെ ശിഷ്യനായ കണ്ണയ്യ ഭാഗവതരും ആ സദസ്സിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞർ അവിടെ ഒത്തുചേർന്നിരുന്നു എന്നത് സ്വാതി തിരുനാളിന്റെ വലിയൊരു നേട്ടമാണ്. സംഗീതം മാത്രമല്ലല്ലോ, അദ്ദേഹം വലിയൊരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയായിരുന്നില്ലേ? അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. സംഗീതത്തിലെ തന്റെ അറിവുകൾക്കപ്പുറം അദ്ദേഹം വളരെ പുരോഗമനപരമായ ചില തീരുമാനങ്ങളെടുത്തു. കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കുന്ന ക്രൂരമായ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു, ശുചീന്ദ്രം കൈമുക്ക്. എന്റെമോ, അതൊരു വലിയ ശിക്ഷാരീതിയായിരുന്നല്ലോ. അതെ, ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ചെയ്തിരുന്ന ഈ പ്രാകൃതമായ ഏർപ്പാട് നിരോധിച്ചത് സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ എത്രമാത്രം പുരോഗമനപരമായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ശരിക്കും സ്വാതി തിരുനാൾ ആ കാലഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നിരിക്കണം. ഈ ചരിത്രത്തിൽ നിന്ന് വർത്തമാനകാലത്തെ നേട്ടങ്ങളിലേക്കും ചില വിവാദങ്ങളിലേക്കുമാണ് നമ്മൾ ഇനി പോകുന്നത്. സാഹിത്യവും കായികവും പുരസ്കാരങ്ങളുമാണ് ഇനി നോക്കാനുള്ളത്. അതൊരു വലിയ ഏരിയ ആണല്ലോ. അതെ, സംസ്ഥാനത്തെ പരമോന്നത പുരസ്കാരമായ കേരള ജ്യോതി ആദ്യം ലഭിച്ചത് സാഹിത്യകാരൻ MT വാസുദേവൻ നായർക്കാണ്. 2024 അത് അടുത്തിടെ അന്തരിച്ച പ്രിയപ്പെട്ട അധ്യാപകൻ MK സാനുവിനും ലഭിച്ചു. പത്മവിഭൂഷൺ നേടിയ പ്രശസ്ത കഥക് നർത്തകി കുമുദിനി ലാഖിയയുടെ പേരും ഈ കൂട്ടത്തിൽ ഓർക്കണം. ശരി. പിന്നെ ഈയടുത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവപുരസ്കാരം നേടിയ അഖിൽ ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം വളരെ വലിയ തോതിൽ വാർത്തകളിൽ നിറഞ്ഞ ഒന്നാണല്ലോ. ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളും വിവാദങ്ങളും നടന്നിരുന്നു.
നമ്മളിവിടെ ആ വിവാദങ്ങളിലെ ശരിതെറ്റുകളിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഈ പുസ്തകം പരീക്ഷയ്ക്ക് വന്നേക്കാമെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. ഒരു പുസ്തകം വിവാദമാകുമ്പോൾ PSC ചോദ്യകർത്താക്കൾ അത് ശ്രദ്ധിക്കും. ഈ കൃതിയുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളും ഉയർന്നതിനാൽ വെറുതെ പുസ്തകത്തിന്റെ പേര് ചോദിക്കുന്നതിനു പകരം അതിലെ കഥാപാത്രങ്ങളായ റാം, ആനന്ദി, മല്ലി എന്നിവരെക്കുറിച്ച് നേരിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡിറ്റക്റ്റീവ് രീതി ഇവിടെയും പ്രയോഗിക്കണം. അതെ. അതുപോലെ സിനിമയുടെ കാര്യമെടുത്താൽ പ്രശസ്ത സംവിധായകൻ ഷാജി എൻ കരുണന്റെ പിറവി എന്ന സിനിമയും അദ്ദേഹത്തിന് ലഭിച്ച JC ഡാനിയൽ പുരസ്കാരവും ഓർക്കണം. അതുപോലെ MD വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന സിനിമ. ആ സിനിമയാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ആദ്യ ദേശീയ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതേലേ, ഇതൊക്കെ മലയാളികളുടെ സാംസ്കാരിക ചരിത്രത്തിലെ പൊൻതൂവലുകളാണ്. ചരിത്രം പറയുമ്പോൾ മലയാളത്തിലെ ആദ്യ പത്രമായ രാജസമാചാരവും മാധ്യമചരിത്രത്തിൽ നിന്ന് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മൾ കായിക മേഖലയിലേക്ക് വന്നാൽ ഒളിമ്പിക്സ് ചരിത്രം എപ്പോഴും പരീക്ഷകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. അടുത്തിടെ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സ്, അതുപോലെ ഇറ്റലിയിൽ നടക്കാൻ പോകുന്ന അടുത്ത വിന്റർ ഒളിമ്പിക്സ്, വേദി, പാരാലിമ്പിക്സിലെ ഇന്ത്യൻ നേട്ടങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി നോക്കണം. ഫുട്ബോളിലേക്ക് വന്നാൽ സുനിൽ ഛേത്രിയുടെ വിരമിക്കലും അതിനുശേഷമുള്ള വാർത്തകളും, പത്മശ്രീ നേടിയ IM വിജയൻ, ജാവലിൻ ത്രോയിൽ മെഡൽ കൊയ്യുന്ന നീരജ് ചോപ്ര എന്നിവരെല്ലാം സുപ്രധാന വ്യക്തിത്വങ്ങളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യ വനിതാ മേധാവിയായി വന്ന നമ്മുടെ സ്വന്തം PT ഉഷ. ഈ പറയുന്ന പേരുകൾ നമ്മൾ വെറുതെ കേട്ട് മറക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിനർത്ഥമെന്താണ്? നമ്മൾ വെറുതെ കുറേ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നതിന് പകരം പത്രങ്ങളിൽ കാണുന്ന ഈ സമകാലിക സംഭവങ്ങളെ, അത് വിവാദങ്ങളാകാം, അല്ലെങ്കിൽ പ്രമുഖരുടെ വിയോഗങ്ങളാകാം, അതിനെയെല്ലാം നമ്മുടെ പഴയ സ്റ്റാറ്റിക് ഹിസ്റ്ററിയുമായി എങ്ങനെ ബന്ധിപ്പിക്കണം എന്നതാണ് കാര്യം. വളരെ ശരിയാണ്. PT ഉഷ വാർത്തകളിൽ നിറയുമ്പോൾ അവരുടെ പഴയ ഒളിമ്പിക്സ് ചരിത്രവും റെക്കോർഡുകളും നമ്മൾ തിരിഞ്ഞു നോക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നിങ്ങൾ പറഞ്ഞത്. കറന്റ് അഫയേഴ്സ് മാഗസിനുകൾ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റാറ്റിക് വിവരങ്ങളെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നതാണ് യഥാർത്ഥ വിജയം. പത്രത്തിലൊരു വാർത്ത വരുമ്പോൾ, ഉദാഹരണത്തിന് MK സാനുമാഷിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയൊരു പുരസ്കാരത്തെക്കുറിച്ചോ വാർത്ത വരുമ്പോൾ, അതിനോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ പഴയകാല പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമ്മൾ വായിച്ചെടുക്കണം. അതാണ് യഥാർത്ഥ സ്മാർട്ട് വർക്ക്, അല്ലേ? അതെ. കറന്റ് അഫയേഴ്സ് എന്നത് വെറുമൊരു പത്രവാർത്തയല്ല, മറിച്ച് നമ്മുടെ പഴയ ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്നൊരു താക്കോലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ചുരുക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി സംഗ്രഹിച്ചാൽ, പരീക്ഷയ്ക്ക് മുൻപുള്ള ഈ അവസാന മണിക്കൂറുകളിലെ റിവിഷൻ എന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കുത്തിയിരുന്നു പഠിച്ച് തലച്ചോറ് വഷളാക്കുന്നതിലല്ല, മറിച്ച് ഇതിനകം പഠിച്ച കാര്യങ്ങൾ വളരെ സ്മാർട്ടായി പരസ്പരം ബന്ധിപ്പിച്ച് ഓർത്തെടുക്കുന്നതിലാണ്. കറക്റ്റ്. ഒരു ഡിറ്റക്റ്റീവിനെ പോലെ പഴയ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുക, സംഗീത ഉപകരണങ്ങളെ കലകളുമായും പുരസ്കാരങ്ങളെ അതിലഭിച്ച വ്യക്തികളുടെ മറ്റു സംഭവനകളുമായും കൂട്ടിയിണക്കി പഠിക്കുക. ആക്റ്റീവ് റീകോൾ എന്നത് വെറുമൊരു വാക്കല്ല കേട്ടോ, അത് പരീക്ഷാ ഹാളിലെ ആ വലിയ ടെൻഷനിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന ഏറ്റവും വലിയ ആയുധമാണ്. ഓരോ സ്ഥാപനത്തിനും പിന്നിലൊരു കാരണമുണ്ടാകും. വള്ളത്തോളിനെ പോലെയോ കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മനുഷ്യരുടെ ഒരു ചരിത്രമുണ്ടാകും. അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പരീക്ഷ വളരെ എളുപ്പമാകും. അതെ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ഞാൻ ബാക്കി വയ്ക്കുകയാണ്. നമ്മളിന്ന് തുടക്കത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയ കഥ പറഞ്ഞല്ലോ. ആ അബദ്ധം പറ്റിയ കഥ. അതെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ആ ഒരു നിമിഷത്തെ ഉറക്കവും അതിനെ തുടർന്നുണ്ടായ കളിയാക്കലുകളുമാണ് ഇന്ന് PSC പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമായി മാറിയ തുള്ളൽ എന്ന കലാരൂപത്തിന് ജന്മം നൽകിയത്. അതുപോലെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്താണത്? ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വലിയ വാർത്തകൾ ആ യുവപുരസ്കാരത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളോ ഒളിമ്പിക്സിലെ പുതിയ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഒരു പുതിയ നിയമനിർമ്മാണമോ ഒക്കെ നാളത്തെ തലമുറയ്ക്കുള്ള, അതായത് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കുള്ള ചോദ്യങ്ങളായി മാറാൻ പോകുന്നതേയുള്ളൂ. ശരിയാണല്ലോ. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വരും കാലത്തെ ചോദ്യപേപ്പറുകൾക്ക് നടുവിലാണെന്ന ബോധ്യത്തോടെ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ഒരു പരീക്ഷകന്റെ കണ്ണിലൂടെ നിരീക്ഷിച്ചു തുടങ്ങുക. മാറ്റങ്ങളെപ്പോഴും അങ്ങനെയാണ്. അത് സംഭവിക്കുമ്പോൾ വെറുമൊരു വാർത്തയാണ്, പിന്നീടത് ചരിത്രവും നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന പരീക്ഷാ ചോദ്യങ്ങളുമാണ്. നന്നായി റിവൈസ് ചെയ്യുക.
വരുന്ന പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും അതുമാത്രമേ പറയാനുള്ളൂ. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ധൈര്യമായി പരീക്ഷയെ നേരിടുക. എല്ലാവർക്കും വലിയൊരു വിജയശംസകൾ. തീർച്ചയായും മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.